കുളിച്ചൊരു ചുന്ദരനായിട്ടുണ്ടല്ലോ സാവിയെ. അങ്ങനെ വെറുതെ കറങ്ങാൻ പോവാ. എന്താ പറയണേ? അത് നല്ല ഡ്രസ് എടുത്തിട്ട് എന്നാ ഇതന്നെ ഇട്ടോ. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ബനിയൻ നന്നായിട്ടുണ്ട്. സൽമാൻ ഖാന്റെ ബനിയനാ? നീ ആയിട്ട് സൽമാൻ ഖാന്റെ അനിയനാ? നന്നായിട്ട് മസിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ അഹങ്കാരം നോക്ക്. ബാംഗ്ലൂര് ഏറ്റവും തുച്ഛമായ വിലക്ക് ഡ്രസ്സുകൾ കിട്ടുന്ന സ്ഥലത്താണ്. എല്ലാം പിടിവത്തും പിടിയില്ലാത്തതും എല്ലാം കിട്ടും. പിടിയില്ലാത്ത നല്ല വിലക്ക് കിട്ടണം. അതാണ് ഞാൻ പിടിയില്ലാത്തത്. എന്നാലും 50 രൂപയ്ക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്കറിയില്ല. എന്നാലും 100 രൂപ കിട്ടില്ല ജീൻസ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ നാട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോണത്. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. നന്നായി. അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ കണ്ടെടുത്തോളം ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ. ഇത്ര വില കുറവിന് ഇത്ര നല്ല സാധനങ്ങൾ അവിടെ കിട്ടും. അത് ശരിയാണ്. ഉണ്ടാക്കണം, നേരിട്ട് മേടിക്കണം. ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് അടി വളരെ കൂടുതലാണ്. നിക്ക് 2 രൂപ വരെ അടിച്ചിട്ട് പോണ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അത് സത്യം. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള സാധനങ്ങൾ നീ സൂക്ഷിക്കുക. നിന്നോട് ഞാൻ സേഫാ. എൻ്റെ ഉള്ളതല്ല, നിന്റെ ബാഗിലാ. കങ്കാരു ബാഗിൻ്റെ അത് സേഫാ. ക്യാമറമാൻ അതിനോടൊപ്പം സാബിർ. കേട്ടില്ല, ഒന്നുകൂടി പറ. ക്യാമറമാൻ അതിനോടൊപ്പം സാബിർ. നോക്കിയാ അവൻ്റെ എന്തോരം മൈപ്പിടിയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഇത്ര മൈപ്പിടി അടിച്ചു പോകുന്ന കറി വെച്ചിട്ട് ബാക്കിയുള്ള മൈപ്പിടി കൊടുത്തിട്ടുള്ള നമുക്ക് കട്ട് ചെയ്തിട്ടേ നമുക്ക് കുറച്ച് BGM മറ്റേ മാസ് BGM മറ്റേ ലൂസിഫറിൽ മറ്റേ പോണ പോലെ. ഇത്ര സ്ഥലത്ത് കൂടെ വരുമ്പോ എന്റെ പേര് സാദർ ബായി. എന്റെ പേര് സാദർ ബായ്. റൈസുകളൊക്കെ പിടിവത്തിന് എന്താ നീ നോക്കണ, നീ നിന്റെ കാര്യം നോക്കണ. ഞാൻ പിന്നെ നടന്ന വഴി കൂടെ വരുമ്പോ പിന്നെ ഞാൻ അതല്ലാണ്ട് ഇനി വന്നിട്ട് നോക്കാം. നിനക്ക് വേറെ ഒന്നും നോക്കാൻ കണ്ടില്ല. അതെ സ്വർണ്ണം ഞാൻ അതൊക്കെ ഞാൻ നോക്കിയിട്ടാ. സ്വർണ്ണം എങ്ങനെയൊക്കെയോ ഇവിടെ ഇവിടെ മുത്തുലക്ഷ്മി ഓർഡർ ഞാൻ കഴിക്കൂല. സ്വീറ്റ് കോൺ വീട്ടിൽ പോയിട്ട് സെറ്റ് ആയിട്ട് ഇടാം. നീ കഴിച്ചാൽ കഴിച്ചാൽ പിന്നെ ഇഷ്ടിക പോലെ വരും. പൊറോട്ട കഴിച്ചാ റബ്ബർ പോലെ വരും. അത് മേടിച്ചിട്ട് തിന്നാ കഴിഞ്ഞാല് ചോളം മേടിച്ചാൽ വൈകുന്നേരം ആകുമ്പോ പോപ്കോൺ ആയിട്ട് വരും. പോപ്കോൺ എനിക്കറിയില്ല. സത്യമായിട്ട് നമ്മളെവിടെ തുടങ്ങിയെന്ന് പോലും അറിയില്ല. അതും അറിയില്ല. ട്രാക്ക് ചെയ്ത് കൊണ്ടുവരും. അത് പറ്റൂല. നമ്മ പെട്ടു. സത്യം. ഇങ്ങോട്ടും പോകണ്ടെന്ന് അറിയില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ ആൾക്കാർ, ഇങ്ങോട്ട് നോക്കുമ്പോൾ ആൾക്കാർ. കൊള്ളാം. അത് നീളം ഉണ്ടെന്ന്, നല്ല നല്ല നീളമുണ്ട്. റിയലി ലോങ്.
ആ ഇത് മാൽഗോവ. അതിന് 100 രൂപ. ഇതിന് 100 രൂപ, ആ ഇതിന് 70 രൂപ. 70 രൂപ. അത് സാധയാണോ? സമൂസക്ക് 10 രൂപ. ഒരു പീസ് കഴിച്ചു നോക്കാൻ. ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ സ്വർഗം കാണുന്ന ആള് പറയുന്നത്. അല്ല, ഒരു പീസ് കഴിച്ചു നോക്കാൻ. അങ്ങനെയല്ലേ? ഒരു പീസ് കഴിച്ചു നോക്കാനാണ് ആള് പറയണേ. അവന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് പൊളി സാധനം അന്നേരം കഴിച്ചു നോക്കാം. हाँ 20 कर देना. സാധനം നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ആ പറഞ്ഞ പോലെ സ്വർഗം കാണുന്നില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാ. ഹിന്ദി അറിയില്ലല്ലോ. ആ അങ്ങനെ പറ. ഹിന്ദി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. നിന്നെ പഠിപ്പിച്ച ടീച്ചറാണെന്നല്ല. നമ്മൾ ബ്ലോഗറല്ലേ, അതുകൊണ്ടാറോ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു കാര്യം മാറിക്ക് കൊടുന്നില്ല. ചിക്കനെ നോക്കി എന്നെ ചിരിപ്പിക്കണം.